ഈ സാധനമാണ് ക്രിയാറ്റിൻ. നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ റിസർച്ച് ഒക്കെ നടന്നിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്കറിയാവുന്ന പല ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർമാരും ബോഡി ബിൽഡേഴ്സും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ക്രിയാറ്റിൻ. അങ്ങനെ ഞാനും ഇതൊരു 2 മാസം ഉപയോഗിച്ച് നോക്കി. ഇതിൽ നിന്ന് എനിക്ക് വളരെ നല്ലൊരു റിസൾട്ട് തന്നെ കാണാൻ സാധിച്ചു. സോ ക്രിയാറ്റിൻ ഏറ്റവും എഫക്റ്റീവായ ഒരു രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു 3 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓൾസോ നമ്മുടെ നാട്ടിൽ പലവർക്കുള്ള ഒരു സംശയമാണ്, ഈ ക്രിയാറ്റിൻ ഹെൽത്തി ആണോ, ഇതിനെക്കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം നമ്മുടെ ബോഡി ഓൾറെഡി നാച്ചുറലായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ക്രിയാറ്റിൻ. സോ നമ്മൾ ഈ ക്രിയാറ്റിൻ സപ്ലിമെന്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉള്ള ക്രിയാറ്റിൻ എമൗണ്ട് 30% വരെ ഇൻക്രീസ് ചെയ്യപ്പെടും. ഈ ഇൻക്രീസ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത്തിലും അതുപോലെ തന്നെ എൻഡൂറൻസിലും പിന്നെ മസിൽ റിക്കവറിയിലും നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് തന്നെ കാണാൻ സാധിക്കും. സോ ഒന്നാമത്തെ കാര്യം, ഏത് തരത്തിലുള്ള ക്രിയാറ്റിനാണ് നമുക്ക് ഏറ്റവും നല്ലത്? നിങ്ങൾ ഓൺലൈനിൽ പോയി ബൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പല തരത്തിലുള്ള ക്രിയാറ്റിനും കണ്ടേക്കാം. പക്ഷേ ഇതിനെല്ലാത്തിനും ഏകദേശം ഒരേ റിസൾട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന സാധനം മാത്രം എടുത്താൽ മതി. കാരണം ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റിന്റെ പിറകിലാണ് ഏറ്റവും കൂടുതൽ റിസർച്ച് ഒക്കെ നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും വില കുറവുള്ളതും ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റിനാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, എത്ര ഗ്രാം ക്രിയാറ്റിനാണ് നമ്മൾ ദിവസവും കഴിക്കേണ്ടത്? നമ്മുടെ ബോഡിക്ക് ദിവസവും വെറും 0.03 ഗ്രാം പെർ കിലോഗ്രാം ക്രിയാറ്റിൻ മാത്രമേ അബ്സോർബ് ചെയ്യാൻ സാധിക്കൂ. അതായത് നിങ്ങൾ ഏകദേശം ഒരു 70 കിലോ ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് വെറും 2.1 ഗ്രാം ക്രിയാറ്റിൻ മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ദിവസവും 3 ഗ്രാം ക്രിയാറ്റിൻ മാത്രം കഴിച്ചാൽ മതി. പിന്നെ നിങ്ങളൊരു 90 കിലോയ്ക്ക് മുകളിലുള്ള ഒരാളാണെങ്കിൽ മാത്രം 5 ഗ്രാം ക്രിയാറ്റിൻ കഴിച്ചാൽ മതി. ഇനി നിങ്ങൾ ആദ്യമായാണ് ക്രിയാറ്റിൻ എടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ലോഡിംഗ് ഫേസ് എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്യാം. അതായത് നിങ്ങൾ ഒരാഴ്ച വരെ 0.3 ഗ്രാം പെർ കിലോഗ്രാം ക്രിയാറ്റിൻ കഴിക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ ഏകദേശം ഒരു 70 കിലോ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ദിവസവും 21 ഗ്രാം ക്രിയാറ്റിൻ കഴിക്കേണ്ടി വരും. അതും 4 നേരം വേർതിരിച്ചാണ് കഴിക്കേണ്ടത്. അതായത് രാവിലെ ഒരു 5 ഗ്രാം, ഉച്ചയ്ക്ക് ഒരു 5 ഗ്രാം, അതുപോലെ തന്നെ വൈകുന്നേരം ഒരു 5 ഗ്രാം, പിന്നെ രാത്രി ഒരു 6 ഗ്രാം. അങ്ങനെ വെറും 7 ദിവസം മാത്രമേ ലോഡിംഗ് ഫേസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഏത് നേരത്തെ ക്രിയാറ്റിൻ കഴിച്ചാലാണ് നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് ലഭിക്കുന്നത്? ക്രിയാറ്റിന്റെ പിന്നിൽ ഉണ്ടായ കൂടുതൽ റീസെർച്ചുകൾ അനുസരിച്ച് നിങ്ങൾ വർക്കൗട്ടിന് ശേഷം അത്യാവശ്യം കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണത്തിന്റെ കൂടെ കഴിച്ചാലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല റിസൾട്ട് കാണാൻ സാധിക്കുന്നത്. ഓൾസോ ഇതിന്റെ കൂടെ ദിവസവും നിർബന്ധമായി നിങ്ങൾ മിനിമം 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദഹനത്തിനോ അല്ലെങ്കിൽ കിഡ്നിക്കോ എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഏത് സപ്ലിമെന്റ് എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. സോ ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.